ഹായ്. ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ ഒരു AI വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് മികച്ച രീതിയിൽ നമ്മുടെ ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാം. അതുമാത്രമല്ല, ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് അതിൽ തന്നെയുണ്ട്, അതല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ക്ലിയർ ഇല്ലാത്ത ഫോട്ടോകൾ HD മാറ്റാനും വ്യത്യസ്ത തരം ഫിൽറ്ററുകൾ അഥവാ സ്കെച്ച് രൂപത്തിൽ, ആനിമി രൂപത്തിൽ, അങ്ങനെ പല രൂപത്തിലും നമ്മുടെ ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാം. ഇതിനൊന്നും ആപ്ലിക്കേഷൻ വേണ്ട. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം എന്ന് വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് ഒരു പ്രധാന കാര്യം, ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക. ഇതിനായി നിങ്ങൾക്ക് വീഡിയോയിൽ ഇതുപോലെ ഒരു QR കോഡ് കാണാൻ സാധിക്കും. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇത് സ്കാൻ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് ഗൂഗിൾ ലെൻസിൻ്റെ ഐക്കൺ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു QR കോഡിൻ്റെ അകത്ത് ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഒരു 15 സെക്കൻഡ് വെയിറ്റിംഗ് വരും. അത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ 2 സെക്കൻഡ് ആയിട്ടുണ്ട്. 1 സെക്കൻഡ് കഴിഞ്ഞു. ഇവിടെ ലിങ്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ പോസ്റ്റിൻ്റെ തൊട്ട് മുകളിൽ ഇതുപോലെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താലും മതി. യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം എൻഹാൻസ്ഡ് ഫോട്ടോ അഥവാ ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോ ക്ലാരിറ്റി കൂട്ടാം, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, AI ജനറേറ്റർ, ഫോട്ടോ ആർട്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാലും ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിക്കും. അപ്പോൾ നമുക്ക് എൻഹാൻസ്ഡ് ഫോട്ടോ അവിടെ വിട്ടിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോ ക്ലാരിറ്റി കൂട്ടാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വേണ്ട. ഈ ക്യാൻസൽ എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ ഇമേജ് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഫോട്ടോകളൊക്കെ ഞാൻ ഇതിലൂടെ എഡിറ്റ് ചെയ്ത ഫോട്ടോകളാണ് നിങ്ങളീ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് കൊടുക്കുന്നു. ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്ക് ആ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫുൾ വെർഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അത് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. നമ്മുടെ Gmail അക്കൗണ്ടുമായി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ 100% ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ക്ലാരിറ്റി കുറവായ ഫോട്ടോ നമുക്ക് ക്ലാരിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. ബ്ലറായി നിൽക്കുന്ന ഫോട്ടോകളൊക്കെ അതിൻ്റെ ബ്ലർ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ഇതിലൂടെ സാധിക്കും. ഇപ്പോൾ ഇവിടെ 100% ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റി ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി കൂട്ടാം. അതിനുശേഷം ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് താഴത്തുള്ള ഫസ്റ്റത്തെ HD ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രീമിയം ചെയ്യണം. താഴത്തെ ഭാഗം ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്സപ്പിലൂടെ വേണമെങ്കിൽ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ശേഷം നമുക്കിത് ക്ലിക്ക് ചെയ്ത് ഇവിടെ തന്നെ ടോപ്പ് എൻഹാൻസ്ഡ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മാജിക് എറേസർ, ഓൾഡ് ഫോട്ടോ റീസ്റ്റോർസ്, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെയും ലഭ്യമാണ്. കൂടാതെ ഇവിടെ ഒരുപാട് ഫിൽറ്ററുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫിൽറ്ററുകൾ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ആനിമി വേണമെങ്കിൽ ആനിമി കൊടുക്കാം. നമ്മുടെ Gmail അക്കൗണ്ട് ആദ്യം ഒന്ന് കണക്ട് ചെയ്യണം. Gmail ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള Gmailകൾ മുഴുവനും കാണിക്കും. നിങ്ങൾക്ക് ഏത് Gmail ആണോ കൊടുക്കേണ്ടത് ആ ഒരു Gmail ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതുമായിട്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്റ്റ് ആവും. തൊട്ട് താഴെ കാണുന്ന ഫോട്ടോ ടു ആർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോകൾ നമുക്ക് ആർട്ട് രൂപത്തിലൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഗെറ്റ് ടു ആപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആൻസർ കൊടുക്കാം. ആപ്ലിക്കേഷനൊന്നും വേണ്ട. ശേഷം നമ്മുടെ ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് എഫക്റ്റുകൾ കാണാൻ സാധിക്കും. ഇവിടെ സ്കെച്ച് രൂപത്തിലുള്ള എഫക്റ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ഇവിടെ കാർട്ടൂൺ രൂപത്തിലുള്ളതുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഇതുപോലെ സെറ്റാവും. സംഭവം അടിപൊളിയാണ്. ആപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത സംഭവമാണ്. ജസ്റ്റ് ഈ ലിങ്കിലേക്ക് കയറിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. നമ്മുടെ ഫോട്ടോ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതേ കണ്ടില്ലേ? ഇവ അടിപൊളിയായിട്ടായിട്ടുണ്ട്.
ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മേലെ ഡൗൺലോഡ് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് എഫക്റ്റുകളുണ്ട്. താല്പര്യമുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് എഫക്റ്റുകൾ നമുക്കിതിൽ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇതേ കണ്ടില്ലേ, ഇതും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത എഫക്റ്റുകൾ ഇവിടെ ബ്രൈറ്റ്നസ് കൂട്ടാം, ബ്രൈറ്റ്നസ് കുറക്കാം, പല രൂപങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് സെറ്റപ്പുകളുള്ള സംഭവമാണ്. നമ്മുടെ ഫോട്ടോ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ഫ്രീ ആണ്. ഇനി നമുക്കിവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് അപ്ലോഡ് ഇമേജ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഒരു ഫോട്ടോ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിമൂവ് ആവും. പിന്നീട് നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ AI ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. ബ്ലറായിട്ടുള്ള ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് AI ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഒരു വെബ്സൈറ്റാണ്, ആപ്ലിക്കേഷൻ ഒന്നുമല്ല. ജസ്റ്റ് ഇതിലേക്ക് കയറി ഇങ്ങനെ ചെയ്താൽ മതി. വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ ഫോട്ടോകളൊക്കെ അടിപൊളിയായിട്ട് നമുക്കിതിലൂടെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതേ കണ്ടില്ല, അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തരം ബാക്ക്ഗ്രൗണ്ടുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. വാട്സപ്പിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അത് വേണ്ടെങ്കിൽ ബാക്ക് വന്നാൽ മതി. ജസ്റ്റ് ബാക്ക് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഡൗൺലോഡ് ആവും. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഫോട്ടോയുടെ ക്ലാരിറ്റി ഒന്നും കുറയാതെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, കിടിലം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അടിപൊളി ഒരു വെബ്സൈറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ നിരവധി ബാക്ക്ഗ്രൗണ്ടുകൾ മാറ്റേണ്ട സംഭവങ്ങളും എല്ലാം ഉണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ. അപ്പോൾ അടിപൊളി വെബ്സൈറ്റാണ്.